ബേക്കറുടെ രഹസ്യം, അടുപ്പിനു പിന്നിലെ ഒരു മറഞ്ഞിരിക്കുന്ന അഭയം. നാസി അധിനിവേശ ബെൽജിയത്തിൽ യഹൂദ കുടുംബങ്ങളെ വലയം ചെയ്യുകയും നാടുകടത്തപ്പെടുകയും ചെയ്തപ്പോൾ ഹെൻറി ലെഫെവ്രെ എന്ന എളിയ ബേക്കറി തന്റെ ബേക്കറി ഒരു രഹസ്യ സങ്കേതമായി ഉപയോഗിച്ചുകൊണ്ട് തനിക്കാവുന്ന ഒരേയൊരു വഴിയിൽ പോരാടാൻ തീരുമാനിച്ചു. ബ്രസ്സൽസിൽ ചെറുതും എന്നാൽ ജനപ്രിയവുമായ ഒരു ബേക്കറി ഹെൻറിയുടെ ഉടമസ്ഥതയിലായിരുന്നു. എന്നാൽ പുതിയ റൊട്ടിയുടെ ആശ്വാസകരമായ സൗരഭ്യത്തിന് കീഴിൽ ഒരു മറഞ്ഞിരിക്കുന്ന ലോകം നിലനിന്നിരുന്നു. അവന്റെ വലിയ ഇഷ്ടിക അടുപ്പിനു പിന്നിൽ അവനും ഭാര്യ എലീസും ഒരു മറഞ്ഞിരിക്കുന്ന അറ നിർമ്മിച്ചു. നാസി ആക്രമണങ്ങളിൽ ജൂത കുടുംബങ്ങൾക്ക് ഒളിക്കാൻ കഴിയുന്ന ഇടുങ്ങിയതും എന്നാൽ സുരക്ഷിതവുമായ ഇടം. ഒളിയിടത്തിലേക്കുള്ള പ്രവേശന കവാടം അടുപ്പിന്റെ ഭിത്തിയുടെ ഭാഗമായി വേഷം മാറി. നാസി പട്ടാളക്കാർ തിരച്ചിൽ നടത്തുമ്പോഴെല്ലാം ഹെൻറി തീ കൊളുത്തുകയും ബേക്കറിയിൽ റൊട്ടി ചുടുന്നതിന്റെ ഗന്ധം നിറയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഇത് മറഞ്ഞിരിക്കുന്ന മുറിയിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളെ മറയ്ക്കാൻ സഹായിച്ച ഒരു തന്ത്രമായിരുന്നു. ഊഷ്മളതയും സൗരഭ്യവും കൊണ്ട് വ്യതിചലിച്ച പട്ടാളക്കാർ ഒരിക്കലും ഒന്നും സംശയിച്ചില്ല. ഹെൻറി രക്ഷിച്ച കുടുംബങ്ങളിലൊന്ന് റോസൻബെർഗ്സ് ആയിരുന്നു. മാതാപിതാക്കളായ ആസക്കും മിറിയവും അവരുടെ 2 കുട്ടികളും. ആഴ്ചകളോളം അവർ രഹസ്യ അറയിൽ താമസിച്ചു, ശുദ്ധവായുക്കായി രാത്രിയിൽ മാത്രം ഉയർന്നു. സാധ്യമാകുമ്പോഴെല്ലാം ഹെൻറിയും എലീസും അവരുടെ എല്ലാ ദയാപ്രവൃത്തികളിലൂടെയും സ്വന്തം ജീവൻ പണയപ്പെടുത്തി. കാലക്രമേണ ഹെൻറിയുടെ ബേക്കറി ഒരു ഭൂഗർഭ രക്ഷപ്പെടൽ ശൃംഖലയിലെ ഒരു നിർണായക സ്റ്റോപ്പായി മാറി. സമയമായപ്പോൾ ഒളിച്ചിരിക്കുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് കടത്താൻ അദ്ദേഹം സഹായിച്ചു. മൊത്തത്തിൽ അദ്ദേഹം 20-ലധികം ആളുകളെ രക്ഷിച്ചു. 1944 സഖ്യകക്ഷികൾ ബെൽജിയത്തെ മോചിപ്പിച്ചപ്പോൾ ഹെൻറിയുടെ രഹസ്യം ഒടുവിൽ വെളിപ്പെട്ടു. അവൻ സംരക്ഷിച്ച കുടുംബങ്ങൾ അവന്റെ ധൈര്യം ഒരിക്കലും മറന്നില്ല. വർഷങ്ങൾക്കുശേഷം അവൻ രാജ്യങ്ങളുടെ ഇടയിൽ നീതിമാൻ എന്ന ബഹുമതി നേടി. അദ്ദേഹത്തിന്റെ കഥ ശാന്തമായ വീരത്വത്തിന്റെ തെളിവായി നിലകൊള്ളുന്നു.